Hello, good morning. Good morning, ma'am. Good morning, ma'am. Morning. Yes. റെഡിയായോ എല്ലാവരും? Yes, ma'am. Yes, start ചെയ്യാം നമുക്ക്. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, ദാറ്റ് വാസ് അവർ ടോപ്പിക് അല്ലെ? നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മള് പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റുകളാണ് പഠിച്ച് എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? പേഷ്യന്റ് റെക്കോർഡ്സിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, ഏതൊക്കെയാണ്, അതായത് എന്തൊക്കെ ചേരുന്നതാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. Patient at the time of entering the compound of the hospital onwards, the patient record starts. പേഷ്യന്റിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ അകത്തോട്ട്, ഇത് പ്രവേശിച്ചകത്തോട്ട്, ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന്റെ അകത്തോട്ട് പ്രവേശിക്കുന്നത് തുടങ്ങി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും സമയത്ത് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാറുണ്ട്. ഇത്തരം റെക്കോർഡാണ്. ആൻഡ് കുറെ എന്താ പറയാ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് മിസ് ഹാപ്പനിങ്സ് ഒക്കെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പേഷ്യന്റ് രോഗമാണ്, രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാനുണ്ടെങ്കിൽ പേഷ്യന്റ് കെയർ കിട്ടാൻ വേണ്ടി വരുമ്പോൾ അവിടുത്തെ റെക്കോർഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് രജിസ്ട്രേഷൻ, അഡ്മിഷൻ പോയിന്റിലാണ്. മീൻസ് നമ്മൾ ചീട്ടെടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ആദ്യമേ തന്നെ നമ്മളിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്നു. ആൻഡ് അറ്റ് ദ ടൈം ആ സമയത്താണ് നമുക്കൊരു കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ഒരു ചീട്ട് നമുക്ക് തരുന്നത് അല്ലെ? ആ ചീട്ടായിരിക്കും ഫോർ ദ കണ്ടിന്യൂം ഓഫ് കെയർ. നമ്മൾ വീണ്ടും അടുത്ത ഏതെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സിക്കാനൊക്കെ വരുമ്പോൾ സെയിം കാർഡാണ് നമ്മൾ കൊടുക്കുക. ദാറ്റ് മീൻസ് ആ കാർഡിലാണ് നമുക്കൊരു നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് അവിടെ നിന്ന് തുടങ്ങുന്ന കണ്ടന്റുകളാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സിനകത്തുള്ളത്. ആൻഡ് അതിനുശേഷം പിന്നീട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ ഏതെങ്കിലും ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ റെക്കോർഡുകൾ, അതിന്റെ റിസൾട്ടുകൾ അല്ലെ? ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, സർജറിയോ മറ്റേതെങ്കിലും ഇപ്പൊ ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്, മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുന്നത് നമ്മുടെ റെക്കോർഡ്സ് ഒരുപാടുണ്ട്. അപ്പൊ ആ റെക്കോർഡിന്റെ കണ്ടന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പേഷ്യന്റ് റെക്കോർഡ്സിന്റെ റെക്കോർഡ് കണ്ടന്റുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം തുടങ്ങിയത് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ, അത് രജിസ്ട്രേഷൻ പോയിന്റിലാണ്. Then problem list, the problem of that particular patient and also its progress. ഓരോ ദിവസത്തെയും എന്താ പറയാ രോഗി വരുമ്പോ ഉള്ള പ്രോബ്ലവും അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം പിന്നീട് കൊടുക്കുന്ന കെയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ആ പേഷ്യന്റിന് കെയർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ ആളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചേർന്നതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്, മെഡിസിൻസ് വിച്ച് ഇസ് പ്രൊവൈഡഡ്, രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകൾ. ആൻഡ് ഇഫ് ദർ ഈസ് സം അലർജി ടു എനി പെർട്ടിക്കുലർ മെഡിസിൻ ഇറ്റ് ഷുഡ് ഓൾസോ ബി സ്പെസിഫിക്കലി നോട്ടിഫൈഡ് അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു മെഡിക്കേഷൻ റെക്കോർഡിനകത്ത് നോട്ടിഫൈ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത്. ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ്, ഹിസ്റ്ററി അബൌട്ട് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ദെയർ ഫാമിലി ഹിസ്റ്ററി റിഗാർഡിംഗ് ദെയർ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്, രോഗവുമായി ബന്ധപ്പെട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഈ പർട്ടിക്കുലർ രോഗം ഉണ്ടോ എന്നൊക്കെ അവർ അന്വേഷിക്കാറുണ്ട് ഡോക്ടേഴ്സ്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, ശരീരത്തിന്റേതായ ചില പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഒക്കെ നോക്കി പരിശോധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ. ബോഡി സ്ട്രക്ചറും ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ അവരെ എന്താ പറയാ രോഗി കൊടുക്കുന്ന കെയറിന് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രോഗ്രസ് നോട്ട്സ് ആണ്.
each and every day after providing the initial care, the doctors or the nurses particularly notes the progress of the patient after providing the care. Care കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ 2-3 ദിവസത്തേക്ക് കിടക്കുന്നു, കിടത്തി ചികിത്സിക്കുന്നു, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ആളുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഉണ്ട് എന്നൊക്കെ നോട്ട് ചെയ്യും. പ്രോഗ്രസ് നോട്ട്സ് ആണ് ഇത്. അത് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പ്രോഗ്രസ് നോട്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ്. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഓഫ് പ്രോഗ്രസ് നോട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് SOAP രൂപത്തിലാണ്, ആ ഒരു ഫോർമാറ്റിലാണ്. SOAP സോപ്പ് ഫോർമാറ്റിലാണ്. S for subjective findings, what they find in that particular പേഷ്യന്റിൽ കണ്ടെത്തിയ കാര്യങ്ങൾ. ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ലക്ഷ്യം, അവരെന്താണ് ഇനി ആ പേഷ്യന്റിന് കൊടുക്കാൻ പോകുന്ന കെയർ, അതിന്റെ കാര്യങ്ങൾ. പിന്നെ അസസ്മെന്റ്, പേഷ്യന്റിനെ അസസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്ലാനാണ്, എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് രോഗത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണോ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് യൂഷ്വലി ഒരു കോമൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഗ്രസ് നോട്ട്സിന്റെ. അടുത്തത് നമ്മൾ പറഞ്ഞു നിർത്തിയത്, റൈറ്റ്? അവിടെ വരെയല്ലേ? അടുത്തല്ലേ നമുക്ക് പറയണ്ടേ? താങ്ക് യു. അപ്പൊ അവിടെ വരെയാണ്. നെക്സ്റ്റ് അടുത്ത കണ്ടന്റ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ് ഈസ് കൺസൾട്ടേഷൻ. Consultation notes, and that consultation notes is the opinion about the patient's condition, which is provided by the healthcare provider on attending the patient. It may be a physician or any primary health care provider. അതായത് ഇത് നമ്മളുടെ പേഷ്യന്റിനെ നോക്കി ചെക്ക് ചെയ്തു, ചികിത്സിക്കാൻ വേണ്ടി ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ആളെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാകാം, ശരീരത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ടാകാം. അത് നമ്മളുടെ ആള് ആരാണോ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ ആയിരിക്കും യൂഷ്വലി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അവരുടെ അഭിപ്രായം, ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന അഭിപ്രായമാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം തന്നെ ഇങ്ങനെ ഒരു നോട്ട്സ് ആയിട്ട്, ഒരു റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇറ്റ്സ് കോൾഡ് കൺസൾട്ടേഷൻ നോട്ട്. കൺസൾട്ടേഷൻ എന്നാണ് അതിനെ വിളിക്കുക. കൺസൾട്ടേഷൻ നോട്ടാണ്. അതായിരിക്കും ആരാണോ, ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഓൾസോ എ റെക്കോർഡ്. അതും റെക്കോർഡാണ്. വെറുതെ നമ്മൾ ഇന്ന കാര്യം പേഷ്യന്റിൽ കണ്ടെത്തി, ഇന്ന രോഗമാണ് കുറിച്ച് വെക്കാൻ ഇതിനും എല്ലാം ഫോർമയിൽ വെച്ചു, അല്ലെങ്കിൽ ഇതെനിക്ക് അറിയാം ഇന്നതാണ് ആളുടെ രോഗം, ഹീസ് മൈ പേഷ്യന്റ്, ആളിന്റെ പേഷ്യന്റ് ആണ്, എനിക്കറിയാം കാര്യം മനസ്സിലായിട്ട് ഞാൻ ഇന്ന മരുന്ന് കുറിച്ചോളും എന്നുള്ളതൊക്കെ മനസ്സിൽ മാത്രം വിചാരിച്ചാൽ പറഞ്ഞോ? If anything is not documented, it is not provided. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്ത് കാര്യമാണെങ്കിലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഇത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തെല്ലാം സൂക്ഷിക്കണം. അപ്പൊ ആ റെക്കോർഡ്സും കൺസൾട്ടേഷൻ റെക്കോർഡും ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് റെക്കോർഡ് ഓഫ് പേഷ്യന്റ്. കാരണം രോഗി ഡോക്ടറെ അടുത്ത് വരുമ്പോ ആ രോഗിയിൽ വാട്ട് എവർ ദേ ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്, ആ പേഷ്യന്റില് എന്താണോ ആ ഡോക്ടർ കണ്ടെത്തിയത്, ആ കണ്ടെത്തിയത് ഇന്നതാണ് എന്നുള്ളത് നോട്ടിഫൈ ചെയ്യണം, അല്ലെ? അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അത് ആ ഒരു കൺസൾട്ടന്റിന്റെ തന്നെ, അതായത് ആ ഫിസിഷ്യൻ ആരാണോ അറ്റൻഡ് ചെയ്യുന്ന പേഷ്യന്റിന് അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. Consultation records also become a particular report of the patient. Patientന്റെ ഒരു റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് മാറാറുണ്ട്. They can use it inside and also outside the healthcare organization. അത് അവർക്ക് തന്നെയും, അതായത് ആ ഹോസ്പിറ്റലിനകത്തുള്ള ആളുകൾക്കും ആ ഒരു പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ റെക്കോർഡ്സ് ഉപയോഗിക്കാം. ആ റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നത്, അല്ലെ? കൺസൾട്ട് ചെയ്യുന്നു, അതിന്റെ താഴെ ആ മരുന്നുകളൊക്കെ കുടിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഫാർമസിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു പ്രൊവൈഡ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. അപ്പൊ അവർക്ക് തന്നെയും, അത് മാത്രമല്ല ചിലപ്പോ പുറത്ത് ഏതെങ്കിലും എന്താ പറയാ ആളുകൾക്ക് നമുക്ക് ഈ ഒരു ആളെ രോഗിയെ നമുക്ക് പെൻഷനിലൂടെ നോക്കി പറ്റിയില്ല, നമുക്ക് വേറൊരാളിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഡോക്ടറിനെ നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടി വരും, റെഫർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ആ സമയത്തും ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് കൺസൾട്ടേഷൻ റെക്കോർഡ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഒരു റിപ്പോർട്ടായിട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡാണെന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയോ? കൺസൾട്ടേഷൻ മനസ്സിലായോ? നമ്മൾ സാധാരണ എല്ലാ ആളുകളും ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണ്. ആ കൺസൾട്ടേഷൻ സമയത്ത് രോഗിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രോഗിയെന്ന് മനസ്സിലാക്കി അതെല്ലാം റെക്കോർഡായി വെക്കുന്നു. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറയുക.
Okay, അപ്പൊ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. A consultation notes or records an opinion about the patient's condition made by another healthcare provider at the attending physician or primary care provider. ആരാണോ ആ രോഗിയെ നോക്കുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്, ഫിസിഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊവൈഡറോ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള സ്ഥിതി വിവരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ഹെൽത്ത് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നോട്ട്സ് ആയിട്ട് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, റിപ്പോർട്ടായിട്ട്. അതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ നോട്ട്സ് എന്ന് വിളിക്കാം, കൺസൾട്ടേഷൻ വിളിക്കാം. ഇത് ഫിസിഷ്യൻസിൽ നിന്ന് ചിലപ്പോൾ വേറെ ഡോക്ടേഴ്സിന്റെ ഇങ്ങോട്ടേക്കും വരാം, വേറെ ഡോക്ടേഴ്സ് റെഫർ ചെയ്തിട്ട് നമ്മളുടെ കയ്യിലേക്കും ആ ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളും വരാൻ സാധ്യതയുണ്ട്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇൻഫോർമേഷൻ ആസ് എ പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റിന്റെ റെക്കോർഡ് എന്ന നിലയിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിസിഷ്യൻസ് ഓർഡർ ആണ്. ഫിസിഷ്യൻസ് ഓർഡർ. Physician's order എന്ന് പറയുന്നത് maybe some directions, instructions, prescriptions which is given by the physician to any other members of the healthcare team. അതായത് ഒരു പേഷ്യന്റിന്റെ ആ പേഷ്യന്റിന്റെ വിവരങ്ങള് ചിലപ്പോൾ ചില സജഷൻസ് ആകാം, ചിലപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ചില പ്രിസ്ക്രിപ്ഷൻസ് ആകാം. അത് ഫിസിഷ്യൻ ആ ഹെൽത്ത് കെയർ ടീമിന്, ആ രോഗിക്ക് ആരുടെയൊക്കെ അടുത്തുനിന്ന് കെയറിങ് കിട്ടേണ്ടതായിട്ടുണ്ടോ, ഇപ്പൊ ടെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും യൂറിനോ ബ്ലഡോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നത് ആ രോഗിയുടെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സർവീസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ലാബിൽ പോകേണ്ടി വരും, മരുന്ന് കൊടുക്കേണ്ടത്, അത് ഫാർമസി പോകേണ്ടി വരും. അപ്പൊ ആ ടീം, ഒറ്റ രോഗിയുടെ തന്നെ രോഗം ഭേദമാക്കുന്നതിന് ആ ടീമിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഡോക്ടറെ അടുത്ത് മാത്രം പോയി കഴിഞ്ഞാൽ രോഗം ഭേദമാകുമോ? ആകുമോ? നിങ്ങൾ പറയും, ഡോക്ടറെ കണ്ടാൽ മാത്രം നമ്മുടെ രോഗം ക്യൂർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗത്തിന് നമുക്ക് എന്തും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുണ്ട്, ആ മരുന്ന് പോയി നമ്മൾ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യണം, അല്ലേ? അപ്പൊ ആ ഒരു ഒറ്റ ആളുടെ, ഒരു വ്യക്തിയുടെ നമ്മൾ ഉദ്ദേശിച്ചത് അസ്യൂം ചെയ്യാം നിങ്ങൾ. അങ്ങനെ എന്തോരം ആൾക്കാരെ ഒരു ഹോസ്പിറ്റലിൽ പെർ ഡേ വരുന്നത്, അല്ലെ? ഒരു ദിവസം തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആ കൺസൾട്ടേഷന് ശേഷം ഈ രോഗികൾ ഓരോരുത്തരും പല പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവരുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ടീമുകളിൽ, ഓരോ ടീമിലും ആരൊക്കെയാണോ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഫിസിഷ്യന്റെ ഈ ഓർഡറിനകത്തുണ്ടാകും. മേബി ഇൻ ദ ഫോം ഓഫ് സം ഡിറക്ഷൻ. ഈ രോഗിയിൽ ഇന്ന കാര്യം ചെയ്യണം, ഇന്നതാണ്, ഇയാൾക്ക് ഇന്നൊരു സർജറി വേണം, സോ ആ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതൊരു ഡിറക്ഷൻ ആണ്, അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, രോഗിക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഹെൽത്ത് കെയർ ടീമിലെ നഴ്സസിനോടോ മറ്റാരെങ്കിലോടൊക്കെ പറയണം. പിന്നെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഏതൊക്കെയാണോ അതിന് വേണ്ടിയിട്ട് അത് ഫാർമസിയിൽ നിന്ന് ലഭ്യമാക്കണം. അങ്ങനെ ആർക്കൊക്കെയാണോ ആ ടീമുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ചില ഇൻസ്ട്രക്ഷൻസും ഡിറക്ഷൻസും പ്രിസ്ക്രിപ്ഷൻസുമാണ് നമ്മൾ ഇത് വിളിക്കുക, ഫിസിഷ്യൻസ് ഓർഡർ എന്ന് വിളിക്കുക. ഇറ്റ് മേ ബി ഫോർ ദ പർട്ടിക്കുലർ മെഡിക്കേഷൻ പർപ്പസിനാകാം, ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാകാം, ചിലപ്പോൾ ഡയറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെ? ഇങ്ങനെയുള്ള ഡയറ്റ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതും കൂടിയും ചെയ്താലും നമ്മുടെ രോഗം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ഭേദമാക്കാൻ പറ്റുള്ളൂ. കുറെ മരുന്ന് കൊണ്ടുപോയി വാങ്ങിച്ച് കൃത്യം നേരത്തിന് പ്രതി നേരം സമയത്ത് ഒട്ടും തന്നെ തെറ്റിക്കാതെ ഷാർപ്പായിട്ട് നമുക്ക് കഴിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ പല ഡിസീസസും ക്യൂർ ചെയ്യാൻ പറ്റില്ല. ചില രോഗങ്ങൾക്ക് whatever instructions regarding diet is provided, it also should be followed by the patient. അതിന് എന്ത് ചെയ്യണം? ഡയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റ് പ്രകാരം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അല്ലാതെ കുറെ മരുന്ന് മാത്രം വാരി കഴിച്ചു എന്നിട്ട് രോഗം ഭേദമായില്ല എന്ന് ഡോക്ടറെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ആ ഡോക്ടർ അതിന്റെ ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണം. അതെല്ലാം അടങ്ങുന്ന കാര്യങ്ങളാണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത്. US ഹെൽത്ത് കെയർ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ അമേരിക്കൻ ഹെൽത്ത് കെയർ സിസ്റ്റം അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണോ അതിനൊരു എന്താ പറയാ, ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സിന് മാത്രമേ ഇതെല്ലാം ഈ ഒരു ഫിസിഷ്യൻസ് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അവരുടെ നിയമം അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ച് ലൈസൻസ് പ്രൊവൈഡ് ചെയ്ത ഫിസിഷ്യൻസ് മാത്രമേ ഫിസിഷ്യൻസ് ഓർഡേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അത് കൂടി ഓർത്തിരിക്കുക. അത് പഠിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെയോ അങ്ങനെയൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അത്തരം ഫിസിഷ്യൻസ് മാത്രമേ ഈ ഒരു പ്രൊസീജിയർ ഫിസിഷ്യൻസ് ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ശരിയായിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ?
ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയാലും അല്ലെങ്കിലും വേഗം വേഗം പറയണട്ടാ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത്. The directions, instructions, prescriptions given by a physician to other members of the healthcare team regarding the patient's medications, tests, diets, treatments, and etc. എന്തൊക്കെ ആ ഒരു പേഷ്യന്റിന് അവിടുത്തെ സർവീസ് ലഭ്യമാകുന്നുണ്ടോ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ ഈ ഫിസിഷ്യൻസിന്റെ ഓർഡർ ഉണ്ട്. അവർ പറയുന്ന പ്രകാരം ഫിസിഷ്യൻ ഓർഡർ ചെയ്യുന്ന പ്രകാരമാണ് ഇവരൊക്കെ ആക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു രോഗിയെ കണ്ടു ഡോക്ടർ എന്തൊക്കെയോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കാതെ അന്വേഷിക്കാതെ ഒന്നും രോഗിക്ക് തോന്നിപ്പോയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അധികാരം മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിന് ടീം അംഗങ്ങൾക്ക് ഇല്ല എന്നതാണ്. ഡയറക്ട്ലി അതുകൊണ്ട് നമ്മൾ ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്തതിലേക്ക് പോകട്ടെ. ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് ആണ്. അതും മറ്റൊരു കണ്ടന്റ് ആണ്. ഇതൊക്കെ സിമ്പിളാണ്. നമുക്ക് ഇതെല്ലാത്തിനും റിപ്പോർട്ട് വേണം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു രോഗി ഒരു ഹോസ്പിറ്റലില് അതിന്റെ എൻട്രൻസിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മുതൽ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ ചിലപ്പോൾ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നവരുണ്ട്. അപ്പൊ വലിയ കുറെ എന്താ പറയാ പേഷ്യന്റ് റെക്കോർഡുകളൊന്നും ഉണ്ടാവില്ല. അവർ പോകുന്നു, ചിത്തെടുക്കുന്നു, ഡോക്ടറെ കാണുന്നവർക്ക് അവിടെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം ആ ഡോക്ടർ നമുക്ക് കുറിച്ചെന്തെങ്കിലും മരുന്ന് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഫാർമസിയിൽ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ റെക്കോർഡ്സും അതിന്റെ ഒരു കൗണ്ടർ ഫോയിൽ ഉണ്ടാവും. നമുക്ക് വേറെ മരുന്നുകളുടെ ബില്ലുണ്ടല്ലോ, അതിന്റെ സ്ലിപ്പ്, അതിന്റെ ഒരെണ്ണം നമുക്ക് തരും കോപ്പി, അതിന്റെ കൗണ്ടർ ഫോയിൽ കോപ്പി അവിടെയും ഉണ്ടായിരിക്കും. അപ്പൊ അത് അവിടെ ഇൻഫർമേഷൻ ആയിട്ട് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിൽ പേയ്മെന്റ് ഒക്കെ കൃത്യമായി നടത്തിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ 3 സ്ഥലത്ത് ഉണ്ടാവും. ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നു, അല്ലെങ്കിൽ വെറുതെ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വരുന്ന ഇടയിലും ചിലപ്പോൾ വല്ല അവിടെ ഒക്കെ വീണിട്ട് ഒടിഞ്ഞു കൈയും കാലും പ്ലാസ്റ്റിക് ഇട്ടതാകാം, ഡ്രസ്സിംഗ് മുറിവ് ഇഞ്ചുറി വന്നിട്ട് ഡ്രസ് ചെയ്തതാകാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി അവരുടെ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അത്രേ ഉണ്ടാവുള്ളൂ. if they have some serious problems, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ടി വരും. അപ്പൊ റെക്കോർഡുകളുടെ എണ്ണം പിന്നെ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ച് കൂടും, എണ്ണം കൂടും. എന്തായാലും എന്ത് പ്രൊവൈഡ് ചെയ്താലും അതൊക്കെ റെക്കോർഡ് ചെയ്യണം. അതാണ് നമ്മൾ പഠിച്ച ഒരു കാര്യം അല്ലെ. ഇപ്പൊ ഡോക്യുമെന്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന കാര്യം അവിടെ ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ നമ്മളത് ഓർപ്പിക്കണം അടിവരായിട്ട്. ഓക്കെ, അതൊരു പ്രോവർബ് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, അടുത്തത് എന്താന്ന് നോക്കാം. ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്. ഇതും ഒരു റെക്കോർഡ് അല്ലേ. ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ചെല്ലുന്നു, നമുക്ക് എന്താ പറയാ എന്തെങ്കിലും എക്സ്റേ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചുമയൊക്കെ കൂടുതൽ വരുമ്പോ മാറാതെ നിൽക്കുമ്പോ ഒരു ചെസ്റ്റ് എക്സ്റേ ഒക്കെ ഡോക്ടേഴ്സ് എടുക്കാനായിട്ട് പറയാം. അപ്പൊ അത് അവിടെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇമേജിംഗ് ടെസ്റ്റുകളാണ്. റേഡിയോളജി പോലെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നമ്മുടെ വെയിൻസിന്റെ IV കാനുല പ്ലേസ് ചെയ്ത് അതിനകത്ത് കയറ്റി എന്താ പറയാ ക്യാമറ സ്പെഷ്യലി ഡിസൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പറ്റൊക്കെ നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചതാണ്. അപ്പൊ അത്തരം ന്യൂക്ലിയർ എന്താ പറയാ ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ച് അൾട്രാസൗണ്ട്, കളർ ഡോപ്ലറോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്കാനിങ് രീതിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഇമേജിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. സോ ദർ വിൽ ബി ഓൾസോ റെക്കോർഡ്സ് ഓഫ് പർട്ടിക്കുലർ പേഷ്യന്റ്. അപ്പൊ ആ റേഡിയോളജിസ്റ്റ് ആരാണോ അത് കൈകാര്യം ചെയ്യുന്നത്, ആരാണോ ആ ഒരു കാര്യം ചെയ്യുന്നത്, radiologist is responsible for preparing the images and also the reports of that particular radiology, X-ray, ultrasound, mammograms, scanning, whatever it may be. അവരെന്താണോ ആ പേഷ്യന്റിൽ ഓരോ പേഷ്യൻസിൽ ചെയ്തത് അത് അവര് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഡോക്യുമെന്റുകളും റെക്കോർഡായിട്ട് വെക്കണം. റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോ അതിന് ഉത്തരവാദി ആരാണോ അത് ചെയ്തത് ആ ഒരു കാര്യം റേഡിയോളജിസ്റ്റ് ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ അത് കീപ്പ് ചെയ്യണം എന്നാണ്. മനസ്സിലായോ? അതൊരു പേഷ്യൻസിന്റെ റെക്കോർഡ് തന്നെയാണ്. കാരണം അതും പർട്ടിക്കുലർലി ചിലപ്പോ പല കാര്യങ്ങൾക്കും വേണ്ടി വരും, ചോദിക്കും, അവര് അന്വേഷിക്കും ആരെങ്കിലും ഒക്കെ. സോ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത, ഇത് ഷുഡ് ബി ഡോക്യുമെന്റഡ് ടൈംലി. അത് കൃത്യമായ സമയത്തിന് റേഡിയോളജി എടുത്ത് ആളുടെ എന്താ പറയാ റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിച്ച് ഇമേജിംഗ് ടെസ്റ്റിലൂടെ ഒരു പേഷ്യന്റിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ട് എപ്പോഴാണോ അവർക്ക് ആവശ്യം. ഫിസിഷ്യൻസിന് ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റിന് അവർക്ക് ആ പേഷ്യന്റില് ടു കണ്ടിന്യൂ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ ഇതിന്റെ റിസൾട്ട് ഒക്കെ വേണ്ടി വരും. അപ്പൊ അത് ടൈംലി ആയിട്ട് റേഡിയോളജിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ടൈംലി മാനറിൽ അത് പ്രൊവൈഡ് ചെയ്യണം,
കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യണം ടു ഫെസിലിറ്റേറ്റ് ട്രീറ്റ്മെന്റിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി ചെയ്യുന്നത് പറയുന്നത്. ഇന്ന് ഡിജിറ്റലി ഈ പറയുന്ന ഡിജിറ്റൽ ഇമേജസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പുതിയ ടെക്നോളജീസ് ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. ആൻഡ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉണ്ട്. നമുക്ക് അതിന്റെ പ്രിന്റ് എടുക്കാനും ഒക്കെ എളുപ്പമാണ് അല്ലെ. ഇതിന്റെ കാര്യമാണ് രോഗിക്ക് അത് ഇമേജിംഗ് ടെസ്റ്റിലൂടെ നമ്മൾ ഇമേജ് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നു. അതല്ല അതിന്റെ വേറെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ട രീതിയിലാണ് വേറെ ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെ. ഇറ്റ്സ് ഓൾസോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ് തന്നെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ബിക്കംസ് എ ലീഗൽ പാർട്ട് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ആരാണോ ചെയ്യുന്നത് അവര് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ടൈമിലി അത് ഫിസിഷ്യൻസിനെ ഏൽപ്പിക്കുകയും അതിന്റെ റെക്കോർഡ്സ് കൃത്യമായി സൂക്ഷിക്കേണ്ടി വേണം. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ലീഗൽ റെക്കോർഡ് ഓഫ് പേഷ്യന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? റേഡിയോളജി എക്സ്റേ റിപ്പോർട്ടുകളൊക്കെ സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ ഈ ഒരു റിപ്പോർട്ടാണ്. ഇത് ലീഗൽ ഡോക്യുമെന്റുമാണ്. തയ്യാറാക്കുന്നവരാണ് അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ടു പ്രിപ്പയർ ദ ഡോക്യുമെന്റ്സ്. ഇതിന്റെ റെക്കോർഡുകളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ അവരാണ് ഉത്തരവാദിത്തം. മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് the radiologist is responsible for interpreting images produced through X-rays, mammograms, ultrasound scan, and the like for documenting his or her interpretations in the findings of patient record. പേഷ്യന്റുകളുടെ റെക്കോർഡുകളിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഏതിലൂടെ, എക്സ്റേയിലൂടെയോ മാമോഗ്രാമിലൂടെയോ അൾട്രാസൗണ്ട് സ്കാന് അതുപോലെയുള്ള ഏത് രീതിയിലും കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പേഷ്യൻസിന്റെ റെക്കോർഡുകളിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ അത് വെളിപ്പെടുത്തണം അല്ലെ. അതിനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അതാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് റേഡിയോളജിസ്റ്റ് ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതാണ്. These images are generally not considered but also in modern EHRs they can be accessed through the same interface. ഇത് ലീഗലായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് ഇന്ന് ഈസിലി ആക്സസിബിൾ ആണ്. കാരണം കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണല്ലോ ഇതെല്ലാം നമ്മൾ ഇതാക്കുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത് findings should be documented in a timely manner so they are available to the appropriate provider to facilitate the appropriate treatment. ഈ ഇമേജിങ്ങിന്റെയും എക്സ്റേ റിപ്പോർട്ട്സിന്റെയും ഫൈൻഡിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദീസ് ഫൈൻഡിങ്സ് എന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ദീസ് വേണ്ട, ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട് ഫൈൻഡിങ്സ് എന്നാക്കണം. ദീസ് എന്ന് പറഞ്ഞ് വായിച്ചിട്ട് കാര്യമില്ല കേട്ടാ. അത് ടൈംലി മാനറിൽ അവൈലബിൾ ആക്കണം. എന്നാലാണ് അവർക്ക് കൃത്യമായിട്ടുള്ള സൗകര്യപ്രദമായ രീതിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഫിസിഷ്യൻസിന് പറ്റും. ക്ലിയർ ആയോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. Okay, next one lab reports ആണ്. Laboratory reports. As radiology പോലെ തന്നെ laboratory-ലും they may have many results which contain the patient's treatment. അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ട പല റിസൾട്ടുകളും ലബോറട്ടറിയിലും ഇന്നുണ്ട്. കാരണം പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡ്സ്, ടിഷ്യൂസ്, അല്ലെങ്കിൽ സെൽസ് ഇതൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തു. ആൻഡ് റിസൾട്ട് അതിനൊരു റിസൾട്ട് ഉണ്ട്. എന്താ പറയാ, ടിഷ്യൂ നോക്കി അല്ലെങ്കിൽ സെൽസ് നോക്കി അല്ലെങ്കിൽ യൂറിൻ ബ്ലഡ് എന്നൊക്കെ പരിശോധിച്ചു. അതിന് എന്താണോ പരിശോധിക്കാൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നടത്തി കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. സോ ദെൻ ഓൺലി ദേ ക്യാൻ പ്രൊവൈഡ് ഫർദർ ട്രീറ്റ്മെന്റ്. എന്നാൽ മാത്രമാണ് ബാക്കി ട്രീറ്റ്മെന്റിന്റെ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫിസിഷ്യൻസിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതിനാണല്ലോ ചിലപ്പോ ചില കണ്ടെത്തലുകൾക്ക് ഉറപ്പുവരുത്താൻ, കൺഫേം ചെയ്യാൻ ഇന്നതാണോ അതിന്റെ രോഗം. അപ്പൊ ചിലപ്പോ അത് ഫിസിക്കൽ ആയിട്ടുള്ള പരിശോധനയിലൂടെയോ ഒന്നും ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ യൂഷ്വലി അവർ കണ്ടക്ട് ചെയ്യുന്നതാണ് ഒന്നുകിൽ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ആ രോഗത്തെ ബേസ് ചെയ്ത് റേഡിയോളജി ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ ടെസ്റ്റിന് റിസൾട്ട് ഉണ്ട്. ഇമേജിങ്ങിലെ പോലെ തന്നെ ഇതിനും ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അത് പ്രൊവൈഡ് ചെയ്തത് ലാബിൽ നിന്ന് തന്നെയാണ്. സോ ആ ഒരു ലാബ് റിപ്പോർട്ടുകളും പേഷ്യന്റിന്റെ റെക്കോർഡുകളുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോ ഇവിടെ പറയുന്നത് മെഡിക്കൽ ലാബ് മൈറ്റ് പെർഫോം, അതൊരു എക്സാമ്പിൾ ആണ്. എ ത്രോട്ട് കൾച്ചർ യൂറിൻ അനാലിസിസ്
കൊളസ്ട്രോൾ ലെവൽ ആൻഡ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. ഹൺഡ്രഡ്സ് ഓഫ് സ്പെസിഫിക് ലാബ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും ഒരു എന്താ പറയാ ഹോസ്പിറ്റലുകളിൽ കണക്കിന് ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ. ഓക്കെ, അതുപോലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാത്രമല്ല, സ്പെഷ്യലൈസ്ഡ് ലാബുകൾ നമ്മൾ പുറത്ത് ഒരുപാട് ലബോറട്ടറീസ് വലിയ 24 hours പ്രവർത്തിക്കുന്ന ലാബുകൾ പുറത്തുണ്ട്. ഇൻസൈഡ് ഹോസ്പിറ്റൽ അല്ലാതെ തന്നെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ നൂറുകണക്കിന് സാധനങ്ങൾ എടുത്ത പേഷ്യൻസില് ടെസ്റ്റുകളും ഉണ്ട്. അപ്പൊ അതിനൊക്കെ റിസൾട്ട് ഉണ്ട്. അപ്പൊ ലാബ് പേഴ്സണൽ ആരാണോ ആ ലാബ് കൈകാര്യം ചെയ്യുന്ന ജോലിക്കാരി they are responsible for documenting the lab result. തീർച്ചയായിട്ടും ലാബിന്റെ എല്ലാ റിസൾട്ടും ഡോക്യുമെന്റ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ലാബ് പേഴ്സണലിന് തന്നെയാണ്. ഓക്കെ, ലാബ് പേഴ്സണൽ എന്ന് പറയുന്നത് ലാബ് റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനന്റ് പേഷ്യന്റ് റെക്കോർഡ്. ഇതൊരു പെർമനന്റ് പേഷ്യന്റ് റെക്കോർഡാണ്. ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് ഉണ്ട്, ഇന്നതായിരുന്നു ആളുടെ രോഗം. അത് പിന്നീട് അതിന് കുറെ കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊരു പെർമനന്റ് റെക്കോർഡാണ്. ലാബ് റിസൾട്ടുകളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈസിലി ആക്സസബിൾ ആയിരിക്കും. ട്രീറ്റ്മെന്റ് അത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിയാൽ അവർക്ക് ബാക്കി ട്രീറ്റ്മെന്റ് ഫിസിഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെ, ഇന്ന് കിട്ടേണ്ട റിസൾട്ട് ഇന്ന് കിട്ടാതെ അയ്യോ ചെയ്തിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് ഇതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാണോ അവർക്ക് ആവശ്യം, കുറെ കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അല്ലെ, തീർച്ചയായിട്ടും whenever they access that records, അത് ആരാണോ കൊടുക്കേണ്ടത് അവർ കൃത്യമായിട്ട് ഫിസിഷ്യൻസിന് അതിൽ പ്രൊവൈഡ് ചെയ്യണം. അക്യുറേറ്റ് ലാബ് റിസൾട്ട്സ് മേക്സ് ദ ക്ലിനിക്കൽ ഡിസിഷൻസ് സോ ഈസി ആൻഡ് ഓൾസോ ടു മേക്ക് ഫർദർ ട്രീറ്റ്മെന്റ്. നല്ല അതായത് കൃത്യമായ റിസൾട്ട് ആണ് ലാബുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അക്യുറേറ്റ് റിസൾട്ട് ആണെങ്കിൽ അത് ക്ലിനിക്കിനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനെയും അതുപോലെ ഡോക്ടേഴ്സിനെയൊക്കെ നല്ല എന്താ പറയുക ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നോക്കട്ടെ എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ അക്യുറേറ്റ് റിസൾട്ട്. നല്ല കൃത്യമായ റിസൾട്ട് കൊടുത്താല തെറ്റായിട്ടുള്ള ഇതാണോ അല്ലേ അറിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. റിസൾട്ട് എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കും. അല്ലെ, അപ്പൊ അക്യുറേറ്റ് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലാബിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. എപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം അവിടുത്തെ എക്യുപ്മെന്റ്സിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ എക്യുപ്മെന്റ് ഒക്കെ എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തുന്നു, ആ മെഷീൻ കേടായി കിടക്കാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും അവിടുത്തെ ലാബിലെ മെഷീൻസ് എല്ലാം തന്നെ എന്താ പറയാ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലായിരിക്കണം. നേരത്തെ പഠിച്ചിട്ടുണ്ടോ ഡിപ്ലോമയില് ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പഠിച്ചായിരുന്നോ? അങ്ങനെ പഠിച്ചില്ലേ? എന്ത് സംഭവം ഇല്ലാതുണ്ട് ഇല്ലേ? ലാബിലെ എല്ലാ എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. വർക്കിംഗ് കണ്ടീഷനിലല്ലെങ്കിൽ എല്ലാ ദിവസവും അത് മെയിൻ്റെനൻസ് ചെയ്ത് കീപ്പ് ചെയ്യണം. കാരണം ഓരോ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഇതിനൊക്കെ സാധനം ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അക്യുറേറ്റ് റിസൾട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യില്ലാത്തത് കൊണ്ട് അയ്യോ റിസൾട്ടിൽ എന്തെങ്കിലും തെറ്റുന്നൊന്നും അറിയില്ല, നമ്മുടെ എക്യുപ്മെന്റ് ഇച്ചിരി പ്രശ്നമായിരുന്നേ എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു രോഗിയുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ? അല്ലെ? അപ്പൊ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക, പറയും. അതവിടെ പഠിച്ചിട്ടുണ്ട്. ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചായിരുന്നോ? പഠിച്ചില്ല? പഠിച്ചു. ഓക്കെ, വായിച്ച് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തത് മാത്രം വായിച്ചു ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതെല്ലാം 1-2 പ്രാവശ്യം നമ്മൾ നോട്ടൊക്കെ ഇടയ്ക്ക് വായിക്കണേ. അപ്പൊ നമുക്ക് ഇനി അത് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലാബ് റെക്കോർഡ്സ് ഒക്കെ കൃത്യമായി അക്യുറേറ്റ് സോ ദാറ്റ് ദ ക്ലിനീഷ്യൻസ് ഓർ ദ ഫിസിഷ്യൻസ് whoever may be they can take correct decisions. അപ്പൊ ആ റിപ്പോർട്ടിൽ നിന്ന് ആ റിസൾട്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. അപ്രോപ്രിയേറ്റ് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. കണ്ടോ, അതൊക്കെ എളുപ്പം സാധിക്കുമെങ്കിൽ ലാബ് റിസൾട്ട്സ് അക്യുറേറ്റ് ആയിരിക്കണം. ഇനി എന്താ പറയാ, ആരാണോ ഈ ലാബ് റിസൾട്ട്സ് ഒക്കെ നോക്കുന്നത്, ലാബ് റിസൾട്ട് ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് ലാബ് പേഴ്സണൽ ആണ് അതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അത് പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഫൈൻഡിങ്സ്. അവരും എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ കാര്യം കണ്ടെത്തി അത് നമ്മളുടെ ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അവര് സൂക്ഷിക്കണം. ആരാണോ ഫിസിഷ്യൻ അവര് ഇന്ന കാര്യമാണ് ഞാൻ റിസൾട്ട് കിട്ടിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്, അവരുടെ ഫൈൻഡിങ്സ് അവര് ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് they have to plan the treatment. ആ ലാബ് റിസൾട്ട്സിന്റെ ബേസിസിലാണ് അവരുടെ രോഗിയുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്.
So you have to underline first sentence. Laboratory reports contain the results of a test conducted on body fluid, cells or tissues. Okay, other next sentence, paragraph, the last sentence on the paragraph. Lab personnel are responsible for documenting the lab result into patient record. And the lab results become a part of the permanent patient record. Moonamathe sentence underline cheyendathu. Then last sentence underline cheyana. Physicians or the primary care providers are responsible for documenting any findings and treatment plans based on the lab results. ഈ ലാബ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് അതുപോലെ തന്നെ റിസൾട്ടുകളിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്തിയെന്നും റെക്കോർഡ് ചെയ്യേണ്ടത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. ചെയ്തോ? യെസ്, 4 സെന്റൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത് ലാബിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത പേഷ്യന്റ് റെക്കോർഡ് ഈസ് കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോംസ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അധികാരം കൊടുത്തേക്കണം. ഓക്കെ, അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സമ്മതപത്രം അല്ലെ? കൺസെന്റ് ഫോം അല്ലെങ്കിൽ ഓതറൈസേഷൻ ഫോം. ഓക്കെ, ഇത് ഞാൻ റെഡിയാണ് ടു ഡു ഇറ്റ്. അപ്പൊ ഇത് കൺസെന്റ് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരാറുണ്ട് കേട്ടോ. എവിടെയൊക്കെ സമ്മതം വേണം? പേഷ്യന്റിനെ പരിശോധിച്ചു, അപ്പൊ അത് എന്തെങ്കിലും എന്താ പറയാ, നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് എങ്കിൽ ഡോക്ടേഴ്സ് may suggest him or her to be admitted. എന്ത് ചെയ്യണം? രോഗീനെ പെണ്ണായിക്കോട്ടെ ആണെങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യും. സോ ആ അഡ്മിഷന് അവരുടെ സമ്മതം പിടിക്കണം. കൺസെന്റ് ഓഫ് അഡ്മിഷൻ അത് വായിക്കേണ്ടി വരും അല്ലെ? കിടത്തിക്കോട്ടെ, കിടത്തി കഴിച്ചപ്പോ ചില ആൾക്കാർ ഡോക്ടറെ കിടക്കാനുള്ള അല്ലെങ്കിൽ കിടക്കാനുള്ള ഭയങ്കര അല്ലെ? രോഗവും വേണ്ട, നമുക്ക് ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ കിടക്കാനൊന്നും പറ്റൊന്നുമില്ല. മരുന്ന് വന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ നോക്കിക്കോളാം. നമ്മളങ്ങനെ പലപ്പോഴും പറയും അല്ലെ? ചില ജോലിക്കാരും ലീവെടുക്കാൻ പറ്റില്ല, അതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ പറയാറുണ്ട് ചില സമയത്ത് ഡോക്ടേഴ്സ് പറയും. അപ്പൊ ആ കൺസെന്റ് ഓഫ് അഡ്മിഷൻ അത് എന്തായാലും വേണം. പിന്നെ കൺസെന്റ് ഓഫ് എന്തെങ്കിലും പർട്ടിക്കുലർ രോഗമൊക്കെ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനുള്ള കൺസെന്റ്, സർജറിക്കുള്ള കൺസെന്റ്, റിലീസ് ഓഫ് ഇൻഫർമേഷൻ, തങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് മറ്റൊരാളോട് ഷെയർ ചെയ്യേണ്ടി വരും. ചിലപ്പോ മറ്റു ഡോക്ടേഴ്സിനോടാകാം, മറ്റേതെങ്കിലും ഓർഗനൈസേഷനിലേക്ക് ആകാം. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോ അതിനും ആരുടെ സമ്മതം പിടിക്കണം? നമ്മളുടെ പേഷ്യന്റിന്റെ സമ്മതമോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്, ബൈസ്റ്റാൻഡേഴ്സ്, ഹൂവർ മേ ബി അവരിൽ നിന്ന് സമ്മതം വാങ്ങിക്കണം. പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വീണ്ടും പറയാണ്, ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് കൺസെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? ഡിപ്ലോമയില് ഒരുപാട് കൺസെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ പഠിപ്പിച്ചു എന്നല്ലാണ്ട് ഞാൻ പറയണേ. അതൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ കൺസെന്റ് ഫോം എന്ന് പറയുന്നത് ഈ കൺസെന്റ് സമ്മതം വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ്. അത് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ലൈസൻസ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യൻസ് അവര് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഈ കൺസെന്റിന്റെ ബേസിസിൽ മാത്രമാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്തോട്ടെ. ചില കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും ഒരു പനി ചുമയൊക്കെ ആയിട്ട് ഇരുന്നു ഞാൻ ഇന്ന കാര്യമാണ് ട്രീറ്റ് ചെയ്യാൻ പോണേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതല്ലാതെ ചില സ്പെഷ്യൽ കേസസിൽ if they have to give some treatment, particular type of treatment, the practitioner have to get some consent from the patient. And patient ഭാഗത്ത് നിന്ന് കൺസെന്റ് ആവശ്യം വരും. അപ്പൊ അത് ഇനി അത് കൺസെന്റ് വാങ്ങിക്കുന്നത് മറ്റേ സൈലന്റ് ഇട്ടിട്ടാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൺസെന്റുകളൊക്കെ വാങ്ങിക്കാം. പിന്നെ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. സി സെക്ഷനില് സിസേറിയൻ സെക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ പേഷ്യന്റിന്റെന്നോ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെന്നോ എന്തെങ്കിലും സൈൻ വാങ്ങി. ഇപ്പൊ സി സെക്ഷൻ ആണ്, പെരസ്കേഷ്യൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് കൺസെന്റ് നിങ്ങൾക്ക് സമ്മതമാണോ? എന്നാലും നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര ക്രിട്ടിക്കൽ സമയത്ത് നമുക്ക് എന്താ പറയാ, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഡെലിവറി ആകുന്നത് വരെ നമുക്ക് കാത്തുനിൽക്കാനായിട്ട് ചില സിറ്റുവേഷനിൽ പറ്റില്ല. അപ്പൊ അത്രയും എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റില് സർജറിക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റുകൾ ചെയ്യും. അപ്പൊ അന്നേരം എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് കൺസെന്റ്.
അപ്പൊ കൺസെന്റ് സൈൻ ചെയ്തിട്ടാണ് പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ വെൻ ദ പേഷ്യന്റ് ഹാവ് സൈൻഡ് ദ documents to release any information, തങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സിഗ്നേച്ചർ ഒക്കെ പേഷ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കുകയാണ്. അതിന് മുമ്പ് തന്നെ ഇവരോട് വാങ്ങിക്കണം. അല്ലാണ്ട് നിങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കൺസെന്റ് വാങ്ങിക്കാനല്ല. ബിഫോർ പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റാളുകൾക്കെങ്കിലും അത്തരം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തോണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സൈൻ വാങ്ങിച്ച് കൺസെന്റ് വാങ്ങിച്ച് മാത്രമാണ് അത്തരം ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഓക്കെ, ആൻഡ് ഇൻഫർമേഷൻ റിലീസ് ചെയ്യുമ്പോൾ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ കെയർ ഓഫ് ദ പേഷ്യൻസ്, പേഷ്യൻസിന്റെ കെയറുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുകൾക്ക് എന്ത് ചെയ്യണ്ടാവും, നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൺസെന്റ് വാങ്ങിക്കണം. അവരുടെ കൺസെന്റ് ഇല്ലാതെ ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഒരു രോഗിയുടെ രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഉണ്ട്, ആ ഹെൽത്ത് കെയർ ടീമിലെ നഴ്സസ് ഉണ്ട്, പിന്നെ എന്താ പറയാ രോഗിയുടെ എന്തെങ്കിലും ബന്ധുക്കളുണ്ട് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ രോഗിക്ക് ഫർദർ ട്രീറ്റ്മെന്റിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അവർക്കുണ്ട്. അവരെല്ലാം ഇതിനകത്ത് ഈ കെയർ ടീമിലുള്ളതാണ്. അവർക്കൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യാം അല്ലെ, അത് രോഗ ഭേദമാക്കുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പാസ് ചെയ്യും. അതല്ലാതെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ കൊണ്ട് ചോദിക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ രോഗിയുടെ ഏതെങ്കിലും എന്താ പറയാ എന്തെങ്കിലുള്ള ആൾക്കാരാണെന്നോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ കൺസെന്റ് വാങ്ങിച്ച് സൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ക്ലിയർ ആയോ? കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോംസ് മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ അണ്ടർലൈൻ ചെയ്യാം. കോപ്പീസ് ഓഫ് കൺസെന്റ് ടു അഡ്മിഷൻ, ട്രീറ്റ്മെന്റ്, സർജറി ആൻഡ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആർ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ് which is related to use as legal documents. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. കുറച്ചധികം കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്യാനുള്ളതാ. അതിന്റെ അടുത്ത സെന്റൻസും പ്രാക്ടീഷണർ actually provides the treatment must obtain inform the consent for the treatment എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ഇതെല്ലാം. ഓക്കെ, അടുത്തത് ഫോംസ് ഓതറൈസിംഗ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇടയിൽ ഒരൊറ്റ കുട്ടി സെന്റൻസ് മാത്രമേ നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി മൂന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ചെറിയൊരു സെന്റൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. പറഞ്ഞോട്ടെ. അടുത്തത് പാത്തോളജി റിപ്പോർട്ട്. പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് it describes the issues removed during the surgical procedure. ഇപ്പൊ എന്തെങ്കിലും സർജറി നടത്തുമ്പോഴില്ലേ, ആ സർജറിയിലൂടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും ടിഷ്യൂസ് ഒക്കെ എന്തെങ്കിലും തരങ്ങള് എന്തെങ്കിലും ഫർദർ എക്സാമിനേഷന് വേണ്ടി റിമൂവ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കാം. in case of sometimes of cyst അല്ലെ, ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില സർജറി നടത്തിയിട്ട് ഇത് റിമൂവ് ചെയ്ത് എക്സാമിനേഷന് വേണ്ടി വേറെ ആർക്കെങ്കിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറിലൂടെ ടിഷ്യൂസ് എടുത്ത് വേറെ എവിടെയെങ്കിലും ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. എന്താണ് ഇതിന്റെ സാധനം, ഇതിന്റെ ഒരു കാര്യം എടുത്ത് ടെസ്റ്റിന് വേണ്ടി എക്സാമിനേഷന് വേണ്ടി അയച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ട് എക്സാമിനേഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ടുകൾ, അതാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ദ പാത്തോളജിസ്റ്റ് അങ്ങനെ റിമൂവ് ചെയ്ത് അത് വേണ്ടി കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണ് പാത്തോളജിസ്റ്റ്. അവരാണ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ ഡോക്യുമെന്റ് ഓഫ് പാത്തോളജി റിപ്പോർട്ട്. പാത്തോളജി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് പാത്തോളജിസ്റ്റ് ആണ്. അതൊരു ക്ലിയർ ആയോ? കുഞ്ഞു സെന്റൻസ് ആണ്, സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടിഷ്യൂസോ എന്തെങ്കിലും എടുത്തിട്ട് എക്സാമിനേഷന് വേണ്ടി ലോകത്തിനെ ഭേദമാക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കൊടുത്തല്ലേ, അതാണ് ഇന്ന സാധനം എടുത്തിട്ടുണ്ട്, അത് എക്സാമിനേഷനെ കൊണ്ട് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അതിന് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പാത്തോളജിസ്റ്റിനാണ്. ഒരു 2 സെന്റൻസ്, ആ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്യാമോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ?
പറഞ്ഞോട്ടെ അടുത്തത് ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അടുത്തത് ഓപ്പറേറ്റീവ് റിപ്പോർട്ടാണ്. ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്തായിരിക്കും? റിപ്പോർട്ട് റിഗാർഡിംഗ് ദ സർജറി ആൻഡ് അതർ പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, അല്ലെ? അതായത് സർജൻസ്, അതുപോലെ സർജറി നടത്തുന്നത് സർജന്മാരാണ്. സർജൻസിന്റെ കൂടെ തന്നെ കുറെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ സർജൻസ് അല്ലെങ്കിൽ സർജൻസും അതുപോലെ തന്നെ അവരുടെ അസിസ്റ്റൻസും ഒക്കെ കൂടി ചേർന്ന് നടത്തുന്ന സർജറിയില് അതിൻ്റെതായ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് അതും ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ആ റെക്കോർഡ് തയ്യാറാകുന്നു. അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ എന്തെങ്കിലും സർജറിക്ക് എന്താ പറയാ വിധേയമായിട്ട് കിടക്കണം. അപ്പൊ എന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ ആരാണ് സർജൻ, ആളുടെ പേര്, അതോടൊപ്പമുള്ള അസിസ്റ്റൻസിന്റെ പേര് കൃത്യമായിട്ട് അതിന്റെ റെക്കോർഡ് ചെയ്യണം എന്നാണ്. സർജൻ ആണ് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളത്. സർജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഇൻഫർമേഷൻ ഫൗണ്ട് ഇൻ ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ആ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യുക. എന്തൊക്കെയാണോ ഓപ്പറേഷൻസ് ചെയ്തേക്കണേ, അതിൽ ആരൊക്കെ കണ്ടത്, ആരൊക്കെ കൂടി ചേർത്താണ് നടത്തിയത്, കൃത്യമായിട്ടത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, കാരണം ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും രോഗികൾക്ക് സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലെ? പെട്ടെന്ന് രോഗിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളാണ്, അറ്റത്ത് കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ ചെയ്തു, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോ പിന്നെ ആളില്ല, അല്ലെങ്കിൽ ആളിന്റെ കോമ സ്റ്റേജിലായി പോയി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഓപ്പറേഷൻസിൽ എന്തൊക്കെ ചെയ്തു, ആരൊക്കെയാണ് അത് ഉണ്ടായിരുന്നത്, ആ ഒരു സർജറി നടക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ്, എല്ലാവരുടെയും പേരും ആ ഓപ്പറേഷൻ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അതും പേഷ്യന്റിന്റെ റെക്കോർഡ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? അതിനകത്തും 2 സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യങ്ങളാണ്. ലാബിലെ കാര്യങ്ങള് റെക്കോർഡ് ചെയ്യണം. അത് പേഷ്യൻസിന്റെ റിപ്പോർട്ടാണ്. പിന്നെ ലാബ് പേഴ്സണലാണ് അതിന് റെക്കോർഡ് ചെയ്യാനും അത് സൂക്ഷിക്കാനും അല്ലെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യാനും ഒക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് മാത്രം കയ്യിലാണോ അവരാണ് അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. അത് പേഷ്യന്റിന്റെ റെക്കോർഡാക്കി മാറ്റേണ്ടത്. അത് ഓർത്തിരിക്കുക. അതാണ് മെയിൻ 2 കാര്യം. എല്ലാം ക്ലിയർ ആയോ? മനസ്സിലായോ? ചിലപ്പോഴൊക്കെ നിങ്ങൾ മിണ്ടുന്നില്ല. ഓക്കെ, മിണ്ടുന്നില്ല, നമുക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് സമ്മറി. ഇനി പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നമുക്കറിയാലോ, അപ്പോഴും റെക്കോർഡ് ഉണ്ടായിരിക്കും. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? ഹോസ്പിറ്റൽ സ്റ്റേ, അതായത് നമ്മളുടെ ഹോസ്പിറ്റലിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തു, ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് എന്തൊക്കെ വരും, എന്തിനാണ് ഈ രോഗി വന്നത്, അഡ്മിഷന്റെ സമയത്ത് ആളുടെ പ്രശ്നം എന്തായിരുന്നു, റീസൺ ഫോർ അഡ്മിഷൻ, എന്തുകൊണ്ട് നമ്മൾ ആളെ അഡ്മിറ്റ് ചെയ്യും. രോഗമായിട്ട് വരുന്നവരെ എല്ലാവരും അഡ്മിറ്റ് ചെയ്യണമെന്നില്ലല്ലോ, എന്താണ് ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്യാൻ. പിന്നെ ആളില് എന്തെങ്കിലുമൊക്കെ ഫൈൻഡിങ്സ് ഒക്കെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തു, എന്തൊക്കെ ആയാലും അത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ ഫൈൻഡിങ്സ്. ഓക്കെ, പിന്നെ പ്രൊസീജിയേഴ്സ് ഫോം, എന്തെങ്കിലും സർജറി അങ്ങനത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ആളിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ എന്തെങ്കിലും തെറാപ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, ആള് എങ്ങനെയാണ് നമ്മളുടെ ട്രീറ്റ്മെന്റിനോട് പ്രതികരിച്ചത്, ആളുടെ ബോഡി എങ്ങനെ പ്രതികരിച്ചു. ബോഡി പ്രതികരിച്ചാലേ രോഗം മാറുള്ളൂ. ചില മരുന്നുകളൊക്കെ ചില ആളുകൾ കൊടുക്കുമ്പോ മരുന്നൊന്നും റിയാക്ട് ചെയ്തില്ല, ആൾക്ക് അത് കാരണം ഒരു ചെതപ്പുള്ള പോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നത്, കൊടുക്കുന്ന മെഡിസിൻസ് ഒന്നും ആളില് അങ്ങോട്ട് ഇഫക്റ്റീവ് ആകുന്നില്ല, അതുകൊണ്ട് രോഗം മാറില്ല. മരുന്ന് ഇഫക്റ്റീവ് ആയാലാണ് നമ്മുടെ രോഗം എന്ത് ചെയ്യുക, ക്യൂർ ചെയ്തു വരിക. പക്ഷെ അപ്പൊ അതെന്താണ്, എങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസ്. പിന്നെ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഫോർ ഡിസീസ് കണ്ടീഷൻ, ആൾക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസ് ഓഫ് മെഡിക്കേഷൻസ്. ഇനി പോയി കഴിഞ്ഞാലും അവിടെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ രീതിയിലാണ് മരുന്നുകൾ കഴിക്കണ്ടേ, അതിന്റെ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ എന്തൊക്കെ ചെയ്യണം, ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം, പിന്നെ എപ്പോഴൊക്കെ തിരിച്ചു പറഞ്ഞു വീണ്ടും കെയറിന് വേണ്ടി ഫോളോ അപ്പിന് വേണ്ടിയൊക്കെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടാണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി ബിഗ് റിപ്പോർട്ടാണ്. കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ട് ഫ്രം ദ ടൈം ഓഫ് അഡ്മിഷൻ അപ് ടു ദ ടൈം ഓഫ് ഡിസ്ചാർജ്, അല്ലെ? അത് പോകുന്നത് വരെ, വന്നപ്പോ തുടങ്ങി പോകുന്നത് വരെ എന്തൊക്കെയാണോ പേഷ്യൻസിന് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി? എല്ലാത്തിന്റെ റെക്കോർഡ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ഇതൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ ഒരു കൺക്ലൂഡിംഗ് ഫോം, ഒരു സമ്മറൈസ്ഡ് ഫോം എന്നിട്ടായിരിക്കും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. മനസ്സിലായോ?
അത് ചെയ്യേണ്ടത് ആരായിരിക്കും അതിന്റെ റെസ്പോൺസിബിൾ അറ്റൻഡിങ് ഫിസിഷ്യൻ? ആരാണോ ആ രോഗിയെ ആ വന്ന സമയത്ത് അറ്റൻഡ് ചെയ്തത് ആളാണ് കൺസൾട്ടേഷൻ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടറായിട്ടും ഈ പറയുന്ന എല്ലാ കാര്യവും ചേർത്ത് ഒരു ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതിനകത്ത് 2 സെന്റൻസ് ആണ് ഉള്ളത്. കാരണം ഒരു വലിയ സെന്റൻസ് അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് അത്രയും വലിയൊരു സെന്റൻസ് ആയി മാറിയത്. പിന്നെ നമ്മുടെ അറ്റൻഡിങ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഡിസ്ചാർജ് സമ്മറി അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ പേഷ്യന്റ് സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. 2 സെന്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. Yes, next one claims conduct ആണ്. Claims conduct. See, whatever services are provided by the hospitals, they have to be paid. അല്ലെ? തീർച്ചയായിട്ടും ഓരോ ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് അവര് എന്താ പറയാ രോഗികളെ പരിശോധിക്കുന്നു, അവർക്ക് കെയർ കൊടുക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുന്നു അല്ലെ? ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഉള്ള ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ചിലപ്പോൾ പേഷ്യൻസ് നേരിടുന്നതാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വഴി കിട്ടുന്നതായിരിക്കാം അല്ലെ? അപ്പൊ എങ്ങനെയാണെങ്കിലും അതും എന്താ പറയാ അതും ഒക്കെ ഈ ബില്ലിങ്ങിലും എത്ര നമുക്ക് കിട്ടാനുണ്ട് എമൗണ്ട്, ഓരോ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആ ക്ലെയിമുകളുടെ കണ്ടന്റ് ആണ്. അത് ചിലപ്പോ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് മേ ബി അതിന്റെ ആ ക്ലെയിം കണ്ടന്റ് ഇത്ര രൂപ വീതം അതും ആ പേഷ്യന്റിന്റെ റെക്കോർഡിനകത്ത് വരും. ഇന്ന പേഷ്യന്റ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ കയ്യിൽ നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട്, നമ്മളിത് കൺസൾട്ടേഷൻ മുതൽ അഡ്മിഷൻ കഴിഞ്ഞു, അവിടെ സർജറി ഇല്ലായിരുന്നു, ഇന്ന ടെസ്റ്റ് നടത്തി, ഇതിന്റെ എല്ലാം കൂടി ഒരു ബില്ല് അല്ലെ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഹോസ്പിറ്റൽസുകാർ ഇടയ്ക്കിടയ്ക്കൊക്കെ. എന്നാലും അറ്റ് ദ ടൈം ഓഫ് ലീവിംഗ് ദ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തും അവിടെ ഒരു ബില്ലെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തോടെ വരും അല്ലെ? വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള ബില്ല് പേയ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് പേഷ്യന്റിന്റെ റെക്കോർഡുകളിലെ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ നോക്കിയിട്ടാണ് എന്തൊക്കെയുണ്ട് കൊടുക്കണം. അതൊക്കെ പേ ചെയ്യുന്നതും ഇതിന്റെ ബേസിസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലെയിം കണ്ടന്റ്, ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ കണ്ടന്റ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. കുറച്ച് സാമ്പിൾ ഫോർമാറ്റിലും ഉണ്ടെന്ന് നമുക്ക് അത് പറയാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്ലെയിം കണ്ടന്റ് ക്ലെയിംസ് ഒക്കെ ഇതാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെയിൻ എയിം ഈസ് ടു പ്രോസസ് ദ ക്ലെയിംസ്. അതായത് ആളുകളിൽ നിന്ന് പൈസകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളായിട്ട് വെക്കുക എന്നുള്ളതാണ്. ബില്ലിങ്ങിന് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആകാം, പേഷ്യന്റ് കൊടുക്കുന്നതാകാം, അതൊക്കെ അത് എന്താ പറയാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണോ പ്രോസസിംഗ് പേയ്മെന്റ് നടക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്ലെയിം കണ്ടന്റ് റെക്കോർഡ്സിനടുത്ത് ഉണ്ടായിരിക്കുക. അതിന് അത്രേ ഉള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറയുന്ന റെക്കോർഡ് ഇല്ലാണ്ട് പേയ്മെന്റുകളൊന്നും ചിലപ്പോൾ കിട്ടില്ല. അദ്ദേഹത്തെ രൂപ തരാനുണ്ടെന്ന് വെറുതെ വാങ്ങുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള റെക്കോർഡ് വേണം. ആ റെക്കോർഡ്സ് കാണിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ നമ്മളായിക്കോട്ടെ അതിന് പേയ്മെന്റ് നേരിട്ട് കൊടുക്കുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ? അവര് പറയണത് ഇത്ര രൂപയാണ് എന്നൊക്കെ അത് ഒരു ടോട്ടൽ എമൗണ്ട് മാത്രം പറഞ്ഞാലല്ല, അതിന്റെ കണ്ടന്റുകളെല്ലാം നടക്കുന്ന ബില്ല് നമ്മളുടെ മുന്നിലേക്ക് വരും. അപ്പോഴാണ് അപ്പൊ ക്ലെയിം ആണത്, അതിന്റെ ക്ലെയിം ആണ്, അത് റെക്കോർഡൊക്കെ സൂക്ഷിക്കും. സോ ദാറ്റ് ദേ ക്യാൻ ക്ലെയിം അറ്റ് ദ എൻഡ് ഓഫ് ഡിസ്ചാർജിന്റെ സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പേഷ്യൻസിന്നോ തേർഡ് പാർട്ടീസിനോ ഇൻഷുറൻസ് കമ്പനീസിനോ ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. അത് ആ റെക്കോർഡാണ്, അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലെയിം കണ്ടന്റ് റെക്കോർഡ്. ക്ലിയർ ആയോ? അത്ര അറിയേണ്ട ആവശ്യമുള്ളൂ അതിനെ കുറിച്ചിട്ട്. ക്ലിയർ ആണോ? ക്ലെയിം കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെന്റുകൾ ഏത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും അവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിന് അതിന്റെ ഒരു ഫീസ് നമുക്ക് പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ് റെക്കോർഡിന്റെ മറ്റൊരു കണ്ടന്റ് ആണ് ക്ലെയിം കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ക്ലെയിം കണ്ടന്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് എന്താ പറയാ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ഫോർമാറ്റുകളാണ്, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഒക്കെ ചില ഫോർമാറ്റുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് വെറുതെ ഇവിടെ ഒരു കാണിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. നമുക്ക് വ്യക്തമാകുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇതൊരു പ്രോബ്ലം ലിസ്റ്റിന്റെ ഫോർമാറ്റ് ആണ്.
കൊടുത്തേക്കുന്നത് കേട്ടോ. പ്രോബ്ലം ലിസ്റ്റിന്റെ ഫോർമാറ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഓരോന്നിനും അവിടെ കുറെ കാര്യങ്ങളൊക്കെ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ, ആ റെക്കോർഡുകളിൽ ചിലതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ സ്പെസിഫൈ ഇവിടെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് ഒരു പ്രോബ്ലം ലിസ്റ്റിന്റെ ഫോർമാറ്റ് ആണ് കൊടുത്തേക്കണേ. പിന്നെ എന്താണ് AHR പ്രോബ്ലം ലിസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോലിന കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രസ് നോട്ടിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ പ്രോഗ്രസ് നോട്ട് അതിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോഗ്രസ് നോട്ടിനകത്ത് എന്താ പറയാ ഡേറ്റും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫിസിഷ്യന്റെ പേരും എന്താണ് ആളുകൾ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി പ്രോഗ്രസ് ഒക്കെ കൂടി എഴുതുന്നതാണ് കേട്ടോ. ഡേറ്റ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഓരോ പ്രാവശ്യം അവര് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഡയറ്റ്, ഇപ്പോഴത്തെ ഡയറ്റ് എങ്ങനെയാണ്, ഹെൽത്തി ആണ്, അങ്ങനെ ഡയബറ്റിക് ഉണ്ട്, ഹൈ സോൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാ. കറണ്ട് എക്സസൈസ്, വാക്കിംഗ് ആൻഡ് യാർഡ് വർക്ക്, അതായത് ഇപ്പോഴത്തെ എക്സസൈസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നടത്തം, അതൊക്കെയാണ്. അങ്ങനെ ഓരോ ദിവസത്തെയും അങ്ങനെ എഴുതി ഞങ്ങളെ പോകും. പിന്നെ എന്താണ്, പിന്നെ ഒരു ഡിഫറൻഷ്യൽ അത് ബ്ലഡ് ടെസ്റ്റിന്റെ ആണ്. ഒരു റിസൾട്ട് എടുത്തേക്കുന്ന ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിന്റെ ലാബ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയാണ് അടുത്തത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഓരോ കോപ്പികൾ ഇങ്ങനെ പലതും നമുക്ക് നേരത്തെ പഠിച്ച സാധനത്തിന്റെ ഓരോ ഫോർമാറ്റുകൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി തന്നിരിക്കുന്നു. കണ്ടോ എല്ലാവരും? നമുക്ക് ഈ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് അവരൊരു സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇമ്പോർട്ടന്റ് അല്ലാന്ന് സ്പെസിഫിക് കാണിച്ചിരുന്ന പ്രോബ്ലം ലിസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് അത് നിങ്ങൾ പിന്നീട് എപ്പോ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. നിങ്ങളുടെ ബുക്കിലുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് നോക്കി വെച്ചേക്ക്. നമ്മള് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ റെക്കോർഡുകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. ആ റെക്കോർഡുകളുടെ ചിലതിന്റെ മാത്രം പ്രോബ്ലം ലിസ്റ്റിന്റെ ഉണ്ട്, പ്രോഗ്രസ് നോട്ടിന്റെ ഉണ്ട്, ലാബ് റിപ്പോർട്ടിന്റെ ഉണ്ട്. അങ്ങനെ രണ്ടും നടത്തിട്ട് അവർ വെറുതെ സ്പെസിഫിക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതാ ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം നമ്മളുടെ പേഷ്യന്റിന്റെ റെക്കോർഡുകളുടെ കണ്ടന്റുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡ് കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറെ നമ്മൾ കണ്ടു. ഐഡന്റിഫിക്കേഷൻ സ്റ്റേജ് കണ്ടു, പാത്തോളജി റിപ്പോർട്ട്, എക്സ്റേ ആൻഡ് ഇമേജിംഗ് റിപ്പോർട്ട്, പിന്നെ എന്താ പറയാ ക്ലെയിം കണ്ടന്റ് കണ്ടു, ഒരുപാട് കണ്ടു അല്ലെ. പിന്നെ ഇമേജിങ്ങിന്റെ കാര്യം പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ. കൺസെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫോം പറഞ്ഞു, ലബോറട്ടറി റിപ്പോർട്ട്സ് പറഞ്ഞതാണ്. പിന്നെ ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട്, അതുപോലെ അങ്ങനെയൊക്കെ പ്രോബ്ലം ലിസ്റ്റ്, ഒത്തിരി കണ്ടന്റുകൾ ഒരു പേഷ്യന്റിനെ കുറിച്ച് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ റെക്കോർഡായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ എപ്പോഴാണോ ആവശ്യമുള്ള സമയത്ത് അതൊക്കെ എടുത്ത് അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അടുത്തത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ്. ഹെൽത്ത് കെയർ, അതായത് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ലഭ്യമാകുന്ന ചില കാര്യങ്ങളാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ന് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സിലാണ് എല്ലാ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറീസ്, രണ്ട് തരത്തിലുള്ള കാറ്റഗറിയാണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷനിലുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റവും മറ്റൊന്ന് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പറയാ ഇൻഫോർമേഷൻ സിസ്റ്റം, അതാണ് ഒരെണ്ണമുള്ളത്. പിന്നത്തേത് മറ്റ് എല്ലാവരും അഡ്മിനിസ്ട്രേഷനിലും വന്നിരിക്കുന്നത് കൂടാതെ വേറൊരു എന്താ പറയാ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. നമ്മളിവിടെ ആദ്യം പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്, പിന്നെ എന്താ പറയാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഒരു എന്താ പറയാ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സിസ്റ്റത്തിനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ടും അതുപോലെ തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, രോഗിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ രീതിയാണ്, രണ്ട് രീതിയാണ്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം. അപ്പൊ രണ്ടായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും, മാനേജ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഫിനാൻഷ്യൽ ഡാറ്റ, ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽസ്, സപ്ലൈസ്, എക്യുപ്മെന്റ്, ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതല്ലാതെ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം രോഗത്തിൻ്റെതാണ്, അതായത് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് ആണ് വേറെ. അപ്പൊ അങ്ങനെ രണ്ടായിട്ടാണ് ഓരോ ഹോസ്പിറ്റലിലും ഡാറ്റാസ് കീപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്?
അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം ആയിട്ടും ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആയിട്ടും രണ്ടായിട്ടാണ് ഹോസ്പിറ്റൽസ് ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടല്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ, അവിടുത്തെ മെറ്റീരിയൽസ്, അവിടുത്തെ എക്യുപ്മെന്റ്സ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതെല്ലാം ഒരു വിഭാഗം. അതല്ല പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പേഷ്യൻസിന്റെ പേരുകള്, അവരുടെ എന്താ പറയാ ടെസ്റ്റുകള്, അവരുടെ സംബന്ധിക്കുന്ന ഒരുപാട് കണ്ടന്റ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ വേറൊരു സിസ്റ്റം, വേറൊരു ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടായിട്ടാണ് ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യുന്നതാണ് പറയാം. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെന്നില്ലല്ലോ. There are two primary categories of healthcare information system, administrative and clinical എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം ആ സെന്റൻസ്. ഓക്കെ. അടുത്തത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ആൻ അഡ്മിനിസ്ട്രേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്ലിക്കേഷൻ എന്നും അതിനെ പറയും. Contains primarily administrative or financial data and is generally used to support the management functions and general operation of healthcare organization. ആ സെന്റൻസിന്റെ അണ്ടർലൈൻ ചെയ്യും. അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ, മെറ്റീരിയൽസ്, ഹ്യൂമൻ റിസോഴ്സ്, ഓൾ തിങ്സ് ആർ മാനേജ്. അതെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതിന്റെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. അപ്പൊ അതിനകത്ത് റവന്യൂ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിലേക്ക് ഇൻകം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്. അപ്പൊ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ റവന്യൂ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്യാനുള്ള ചില ഏരിയാസ്. അക്കൗണ്ട്സ് റിസീവബിൾ, നമുക്ക് ആരെങ്കിലും എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ പൈസ കിട്ടാനുണ്ട്, കുട്ടിക്ക് കിട്ടാനുണ്ട് എമൗണ്ട് ഇന്ന ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ അടുത്ത ഒരു ഫോളോ അപ്പിന് വരുമ്പോൾ ഇന്ന പേഷ്യന്റിൽ നിന്നും ആ ഒരു എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാൻ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് അക്കൗണ്ട്സ് റിസീവബിൾ. അതുപോലെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ്, അവരുടെ എത്ര പേഷ്യൻസ് ഉണ്ട്, അതിന്റെ എണ്ണം, മറ്റു കാര്യങ്ങളുടെ കളക്ഷൻസ്. റിപ്പോർട്ടിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്, റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന ഓരോ ട്രീറ്റ്മെന്റുകൾ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ്. ആൻഡ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻസ്മെന്റ്, നമ്മുടെ ഡെവലപ്മെന്റ് മറ്റു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ എക്സ്ട്രാ എന്തെങ്കിലും ഗുഡ്വിൽ എന്നൊക്കെ പറയാം. നമുക്ക് ഒരു എന്താ പറയാ ഐഡന്റിറ്റി, ഇമേജ്, അതൊരു ബെഞ്ച് മാർക്കിംഗ്. അത് നമ്മുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ റവന്യൂവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ചാർജ് ക്യാപ്ചർ, ഓരോന്നിനും കംപ്ലീറ്റ് ആകുന്ന ചാർജസ്. പിന്നെ ഡോക്യുമെന്റിംഗ് ആൻഡ് കോഡിംഗ് റിവ്യൂ, ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഹോസ്പിറ്റൽസിലെ എന്ത് കാര്യവും കോഡഡ് ആയിട്ടാണ് സൂക്ഷിക്കുക. മെഡിക്കൽ ടെക്നോളജി അതുപോലെ മെഡിക്കൽ കോഡ്സും ഒക്കെ ഉണ്ട് അതിന്, അതിന്റെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നത്. മാനേജ് കെയർ കോൺട്രാക്ടിങ്, നമ്മൾ കൊടുക്കുന്ന കെയർ ഒക്കെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് ഉണ്ട്. whenever the patient enters the hospital there is a contract between the health care and also that patient. നമ്മൾ അവർക്ക് നല്ല കെയർ കൊടുക്കണം എന്നൊരു കോൺട്രാക്ട്, അതൊക്കെ ശരിയാവുന്നുണ്ട്, മാനേജ് ചെയ്യുന്ന മാനേജബിൾ ആണോ. പിന്നെ ഡിനയബിൾ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, അതായത് ഏതെങ്കിലും ചില ആൾക്കാർ ക്ലെയിം ചെയ്യുമ്പോൾ അവർക്കത് അവരർഹിക്കാത്ത ക്ലെയിം ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട് ആ പേഷ്യന്റിന്, പക്ഷെ ആ ഇൻഷുറൻസ് ക്ലെയിമിന് നമ്മൾ പല രോഗങ്ങൾക്കും ഓരോ പർട്ടിക്കുലർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ന രോഗങ്ങൾക്ക് ഇന്ന രീതിയിൽ അതിന് ഓരോ കണ്ടീഷൻ ഉണ്ട്, ഓരോ ക്ലെയിംസ്. അപ്പൊ ചില ആൾക്കാർ തെറ്റായ രീതിയിലൊക്കെ ക്ലെയിം ആവശ്യപ്പെടും, പക്ഷെ നമുക്കതൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഡിനൈ ചെയ്യും. നമ്മൾ ഇൻഷുറൻസ് ഒരു ചാപ്റ്റർ പഠിച്ചതാ, അപ്രൂവലും ഉണ്ട് ഡിനൈലും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് പിന്നീട് അതിനെ കുറിച്ച് അന്വേഷിച്ച് ശരിയായ രീതിയിലുള്ള ക്ലെയിം ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ ഡിനൈ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലെയിംസ് ഡിനൈ ചെയ്യണമെങ്കിൽ അത് നടത്തിയതിന്റെ ഭാഗമാണ്. പിന്നെ പേയ്മെന്റ് പോസ്റ്റിംഗ്
അതായത് നമ്മള് ഏതെങ്കിലും വിധത്തിൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം റവന്യൂമായിട്ട്, അതൊരു റവന്യൂ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു ഏരിയ ഈ പറയുന്ന ഏരിയയൊക്കെയാണ് ഹോസ്പിറ്റലിലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്, നമുക്ക് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ ഇൻഫർമേഷന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തൊട്ട് താഴെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, മനസ്സിലായോ? മറ്റേത് വായിച്ചു നോക്കിയാൽ മതി, അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. സോ നമുക്ക് ഇവിടെ വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. വെച്ച് നിർത്താം. താങ്ക് യു. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു.